വെൽക്കം ബാക്ക്. ഇന്ന് ഞമ്മക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് കണ്ടാലോ. അത് ഔട്ടിംഗ് വ്ളോഗാണ്. ഞാനുണ്ടല്ലോ കുറേ കാലമായിട്ട് വ്ളോഗ് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. പിന്നെ മടിയായിട്ടും എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ലാഗാക്കി വെച്ചതേനു. ഇനി മുതൽ ഇൻഷാല്ല കൺസിസ്റ്റൻ്റ് ആവണം. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാണോ ഇഷ്ടമല്ല ഏതൊക്കെ ടൈപ്പിലുള്ള വ്ളോഗാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് തന്നെ നേരെ പോയത് ഗോകുൽ മാളിലോട്ടാണ്. എനിക്ക് പിന്നെ അങ്ങനെ പേഴ്സണലി ഷോപ്പിങ്ങിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. മെയിനായിട്ട് പോണത് ഫുഡ് അടിക്കാനാണ്. മാളിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ട്രെൻഡ്സിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കയറിയിട്ട് എല്ലാ ഡ്രസ്സസും കാര്യങ്ങളും എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കുകയാണ്. ഇമ്മച്ചി നല്ല ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അതിനുശേഷം നമ്മൾ ട്രെൻഡ്സിലോട്ട് പോയി. ട്രെൻഡ്സ് മേലെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കയറിയതാണ്. എനിക്ക് ആദ്യം തന്നെ എൻ്റെ കണ്ണിൽ പെട്ടത് ഈ ഒരു സംഭവം കേട്ടോ. എന്ത് രസമല്ലേ, ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് അത് പല പല ഷെയ്ഡിൽ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും 4 ഭാഗത്തു കൂടി ഓരോ സൈഡിൽ നിന്നും ഓരോന്നും ഇങ്ങനെ കണ്ട് ഇങ്ങനെ കുറേയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അതിനോട്ടൻ ഐസ്ക്രീം വേണമെന്നാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കാത്തിരുന്ന സംഭവം, ഫുഡ് കോർട്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഷോപ്സ് ഉണ്ടായിരുന്നു. അതും പല പല വെറൈറ്റീസ്. ചായ സ്പോട്സ് ഉണ്ട്, മോമോസ്, പിസ്സ, ചിക്കിങ്, ബിരിയാണി, അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇതൊക്കെ കൂടെ കണ്ടിട്ട് ഇപ്പോൾ എന്താ ഓർഡർ ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലേനും. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ചിക്കിങ്ങും ബ്രോസ്റ്റും പിസ്സ റിക്കോട്ടയിൽ ഒരു പിസി ഓർഡർ ചെയ്ത് അങ്ങനെ ഓർഡറൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് ഒക്കെ കണ്ടെത്തി അവിടെ എല്ലാവരും ഇരുന്നിട്ട് ഉമ്മച്ചി പോയിട്ട് പിസ്സ എടുത്ത് വരികയാണ്. ഞാനിപ്പോൾ മെയിനായിട്ട് ഇവരെ കൂടെ പോയത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്, ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാൻ ഈ ബ്രോസ്റ്റ് ആയിട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ശേഷമാണ് പിസ്സ കഴിക്കാൻ പോയത്. അത്ര വലിയ ചീസ് പുള്ളൊന്നും ഇല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരു ഡീസൻറ്റ് പിസ്സയാണ്. അതിൻ്റെ ഇടയ്ക്ക് മൂത്താത്ത പോയിട്ട് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയി പുറത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു പ്ലേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ട്, പക്ഷെ എനിക്ക് ഈ ഒരു സംഭവം നല്ല ഇഷ്ടമായി. നല്ല ലൈറ്റൊക്കെ ആയിട്ട് മാളിൽ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ അതിനോട്ടൻ അതിൽ കയറ്റി ഓനക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിക്കണം. അതിന് ശേഷം നേരെ പോയത് ബീച്ചിലോട്ടാണ്. ബീച്ചിലെത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് നേരെ പോയത് വെള്ളത്തിൽ കളിക്കാനാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെ തിരക്കായി വരുന്നുണ്ടായിരുന്നുള്ളൂ. 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഇതിൻ്റെ ഉമ്മമ്മയാണ്. ഉമ്മമ്മക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം ഉമ്മമ്മ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അതിനോട്ടൻ്റെ മിന്നൂസ് എല്ലാം വെള്ളത്തിൽ കളിക്കുന്ന പരിപാടിയായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചതിന് ശേഷം നേരെ പിന്നെ ഒരു ഭാഗത്ത് പോയിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഐസ്ക്രീം കൂടി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ ഐസ്വരതി മസ്റ്റ് ആണല്ലോ. അതിൻ്റെ ഇടയിലൂടെ അത് 2 കുതിര അടിപൊളിയായിട്ട് ഞാൻ നടന്നു പോകുന്നുണ്ടായിരുന്നു. സ്കൈ കുറച്ചും കൂടി ഭയങ്കര ക്ലൗഡി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പട്ടൊക്കെ ആൾക്കാർ പറത്തുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതിലൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടേ ഇല്ല. മൊത്തത്തിലൊരു അടിപൊളി എൻജോയബിൾ ഡേ ആയിരുന്നേ. നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സീ യു സൂൺ.